യൂണിവേഴ്സൽ ശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന 2 വരി. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നതും ഇനി നടക്കാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതുവരെ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ അതിലൊരു മാറ്റം വരുമോ എന്ന് നോക്കാം. എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിൽ ഇതുവരെ നടന്ന കാര്യം എന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 87155222. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് ഈ നമ്പർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ മന്തോ ആയിട്ട് ഏതെങ്കിലും രീതിയിൽ റെസനേറ്റ് ആകുന്നെന്ന് നോക്കുക. അത് നിങ്ങളുടെ പേഴ്സൻ്റെ നമ്പർ ആയിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹം നടന്ന ദിവസമോ നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസമോ നിങ്ങൾ സെപ്പറേറ്റ് ആയ ദിവസമോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നോക്കാം 7 ഓഫ് സോഡ് വന്നിരിക്കുന്നത്. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ ചീറ്റിംഗ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ അടുത്ത സമയത്തായി റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളറിയാതെ നിങ്ങളെ ഗോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കടന്നു വന്ന ചില കള്ളന്മാർ, ഓക്കെ, അത് ആരുമാകാം. നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ള വ്യക്തിയാകാം, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്നുമുള്ള വ്യക്തിയാകാം. ആരോ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക്, ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ ആകാം ഇത്. ഓക്കെ, ഒരു കള്ളൻ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ സ്നേഹം, സ്വപ്നങ്ങൾ, നിങ്ങളുടെ സന്തോഷമെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരെനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ചില വ്യക്തികൾ ഇടപെട്ടത് മൂലം, ഓക്കെ, ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെയോ ഇടയിലേക്ക് കടന്നു വന്നിട്ട് ചില മോഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതായി കാണുന്നു. അത് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങളിൽ നിന്ന് മോഷ്ടിച്ചു പോയതായിരിക്കാം. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ പേഴ്സണെ കൊണ്ട് ചില വിലപിടിപ്പുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും വാങ്ങിച്ചെടുപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ ഇത് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ സാമ്പത്തികത്തെ മോഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സന്തോഷത്തെ മോഷ്ടിച്ചിരിക്കുന്നു, നിങ്ങളുടെ വിശ്വാസത്തെ മോഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു. ഏസ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്. 4 ഓഫ് വാണ്ടിൻ്റെ എനർജി ആയിരുന്നു. വളരെ കമ്മിറ്റ്മെൻറ്റും സ്നേഹവും ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു നിങ്ങളുടേത്. ഓക്കെ, നിങ്ങൾ വിശ്വസിച്ചിരുന്നു. ഒരുപാട് സന്തോഷവും സ്നേഹവും അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹവും സപ്പോർട്ടും എല്ലാം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു റിലേഷനെയാണ് ഇവിടെ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഉണ്ടായിരുന്ന അത്രയേറെ സ്നേഹവും സൗഹൃദവും അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തെയും ചില വ്യക്തികൾ മോഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. 5 ഓഫ് പെൻറ്റിക്കിൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഓക്കെ, ഈ ചില വിശ്വാസങ്ങൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ വാക്കുകൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, ഏതവസ്ഥയിലും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. ചില നെഗറ്റീവ് എനർജികൾ അത് നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കളിൽ നിന്നായിരിക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആരെങ്കിലും നിന്ന് നിങ്ങളിലേക്ക് ആ ഒരു നെഗറ്റീവ് നിങ്ങളുടെ സന്തോഷത്തിലേക്ക്, ഓക്കെ, ഇവിടെ കാണാം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്ന ഈ ഒരു സന്തോഷത്തിലേക്ക് നെഗറ്റീവ് ഒരു ബ്ലാക്ക് എനർജിയെ പകർത്തിക്കൊണ്ട് നിങ്ങൾക്ക് പല നഷ്ടങ്ങളും സംഭവിപ്പിച്ചു. ഓക്കെ, നിങ്ങൾക്ക് പല ദുഃഖങ്ങളും സമ്മാനിച്ചുകൊണ്ട് നിങ്ങളെ രോഗിയാക്കി തീർത്തിരിക്കുന്നു. മാനസികമായി തളർത്തിക്കൊണ്ട് ചില സിറ്റുവേഷനിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതിന് നിങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുന്നതായി കാണുന്നു. വൻ സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നതായി കാണുന്നു. കാരണം ഈ ഒരു സ്ഥലത്ത് ജനലിനപ്പുറമാണ് സാമ്പത്തികം നിൽക്കുന്നത്. ഒരിക്കലും അത് നിങ്ങളിലേക്ക് വരുന്നില്ല, അത് നിങ്ങളിലേക്ക് ബാലൻസിങ്ങിൽ വരുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ടും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് ഈ അടുത്ത സമയത്തായി നിങ്ങൾ കടന്നു പോകുന്നത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ദയവായി പറയുക. ഓക്കെ, ഇവിടെ നല്ലൊരു ചീറ്റിംഗ് നടന്നിരിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലൊരു ചീറ്റിംഗ് ആണ് നടന്നിരിക്കുന്നത്. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ,
സിക്സ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തി ഇവിടെ രണ്ട് വ്യക്തികൾ നിൽക്കുന്നു. ആ രണ്ട് വ്യക്തിയുടെ ഇടയിൽ കിടന്ന് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചിട്ട് നിങ്ങളുടെ മാനസിക അവസ്ഥയെ തകർത്തിരിക്കുന്ന ഒരു എനർജിയാണ്. ചില സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർ സന്തോഷിക്കുന്നു, അവർ വിജയിക്കുന്ന ഒരു എനർജിയാണ്. എന്തിനാണ് അവർ വിജയിച്ചിരിക്കുന്നത്? ഇവിടെ പെൻറ്റിക്കിളിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ നിന്നും തട്ടിയെടുക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ അവരിലേക്ക് തന്നെ വിജയിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവർക്ക് തട്ടിയെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായി വിജയിക്കണം, അതിന് വേണ്ടിയിട്ട് ചില തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന് നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും ഇവിടെ മോഷ്ടിച്ചതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ബുദ്ധിമുട്ടി ചില സിറ്റുവേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. ഇവിടെ കാണാം. ഒന്നുകിൽ അത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധത്തെ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തങ്ങളിലുള്ള ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയെങ്കിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലാണെങ്കിലും ശരി തന്നെ അത് ഒരിക്കലും തകർന്നു പോകാത്ത വണ്ണം കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിച്ചുവെങ്കിലും അതിന് ഡെത്ത് സംഭവിച്ചിരിക്കുന്നു. ഡെത്തിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചില വ്യക്തികൾക്ക് പൂർണ്ണമായും ഈ തേർഡ് പാർട്ടി കാരണം ഇത്രത്തോളം സ്നേഹത്തിലായിരുന്ന, അൺകണ്ടീഷണലായിട്ട് സ്നേഹത്തിലായിരുന്ന ഒരു എനർജിയെ ഇവിടെ ഡെത്ത് കൊണ്ടുവന്നിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, നശിപ്പിച്ചിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, അത് ഈ തേർഡ് പാർട്ടിയുടെ ഇടപെടൽ മൂലമായിരിക്കും. ചില വ്യക്തികൾ ഇപ്പോഴും ജഗിൾ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നു. അതിന് ഡെത്ത് സംഭവിക്കല്ലേ, എനിക്കതിനെ വീണ്ടും തിരിച്ച് അതുപോലെ കിട്ടണമെന്ന് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന ചില വ്യക്തികളെയും ഇവിടെ കാണാം. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, യൂണിവേഴ്സിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ഇവിടെ ടോറ എന്ന് പറയുന്ന ഒരു ബുക്കാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അത് ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് ഈ ടോറ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ടാറോ റീഡിങ് ആകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളൊക്കെ ഒരുപാട് ടാറോ റീഡിങ് കാണുന്ന വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ അതിൽ വിശ്വസിച്ച് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന വ്യക്തികളായിരിക്കാം, ഒരുപാട് സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നേർച്ചയും വഴിപാടുകളും നടത്തി 9 ഓഫ് കപ്പ് നിങ്ങൾക്ക് മിസ്സായിരിക്കുന്ന നിങ്ങളുടെ ജീവിതം. 9 ഓഫ് എന്ന് പറയുമ്പോൾ ഒരു കപ്പിൻ്റെ കുറവുണ്ട്. ആ ഒരു കപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷനാണ്. ആ റിലേഷനെ നേരെയാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾ രാവും പകലും പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിലെ ചില സത്യങ്ങളും മിഥ്യകളും എന്താണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങളോട് കൂടെ നിൽക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഓക്കെ, എല്ലാം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ആ സന്തോഷം തിരികെ വരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് 8 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഒരു ഗ്രോത്ത് നിങ്ങളിലേക്ക് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പ്രതീക്ഷയാണത്. ഓക്കെ, നിങ്ങൾ ജഗിൾ ചെയ്യുകയാണ്, അത് ലഭിക്കുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, ഇടയ്ക്കൊക്കെ നിങ്ങളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തകർന്നു പോകുന്നു എന്നുള്ളത് കൂടി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള ചില മെസ്സേജ്, കോള് അല്ലെങ്കിൽ ഇഗ്നോറിങ്ങിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോകുന്നു. പിന്നെയും യൂണിവേഴ്സിൽ നിന്നും വരുന്ന വാക്കുകൾ കേട്ട് നിങ്ങൾ വീണ്ടും ഇത് ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉറപ്പിച്ചുകൊണ്ട് അപ്പോൾ ഗ്രോത്തിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് താന്നു പോകും, വീണ്ടും ഉയർന്നു വരുന്ന ഒരു വേലിയിറക്കം പോലെയുള്ള ഒരു വിശ്വാസത്തിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണോ നിങ്ങൾ കടന്നു പോകുന്നതെന്ന് നോക്കുക. എന്നാൽ ബാക്കിയുള്ള എനർജിയും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇതിലൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. വ്യൂസിനൊരു മാറ്റം ഉണ്ടാകുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഉണ്ടാകുമോ എന്ന് നോക്കാം. എനർജി വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നിങ്ങളുടെ കർമ്മയ്ക്ക് അനുസരിച്ചാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന് രാവിലെ ഒരു കമൻറ്റ് കണ്ടിരുന്നു. എപ്പോഴാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് കാര്യം നമ്മളിലേക്ക് എത്തുന്നത് എന്നുള്ള റീഡിങ് കൂടി എടുക്കുക എന്നുള്ളത്. ആ ഒരു കാര്യം യൂണിവേഴ്സിൽ അധിഷ്ഠിതമാണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബുക്കും പേപ്പറും ഒക്കെ ആയിട്ടൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടോ? അപ്പം ഇവിടെ ഇരുന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ സെക്കൻഡിലെ കാര്യങ്ങളും നമ്മളുടെ പ്രവർത്തികളും എല്ലാം ഇവിടെ ഇരുന്ന് എഴുതാൻ ആളുണ്ട്. അപ്പം നമ്മൾ നമ്മളുടെ ഈ കാര്യങ്ങൾ കർമ്മ അനുസരിച്ചായിരിക്കും നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഒരു പോസിറ്റീവിൻ്റെ അല്ലെങ്കിൽ നന്മകളുടെ സ്പീഡ് ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കർമ്മ അനുസരിച്ച് ഒരു മാറ്റം സംഭവിക്കുന്നതാണ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് സോഡ് വന്നിരിക്കുന്നത്?
നിങ്ങളെ ചതിച്ച വ്യക്തികളുടെ മധ്യത്തിൽ തന്നെ ദൈവം നിങ്ങളെ ഉയർത്തുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾ ചീറ്റ് ചെയ്ത് നിങ്ങൾ തകർത്ത് പോയ ചില വ്യക്തികളുടെ മുന്നിൽ തന്നെ നിങ്ങളെ സണ്ണാക്കി മാറ്റുന്നു. ഓക്കെ, നിങ്ങൾക്കൊരു മാറ്റം വരുന്നു. നിങ്ങളുടെ മാറ്റം കണ്ടാൽ ചതിച്ചിട്ട് പോയ വ്യക്തികൾ പോലും അതൊരു തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, അവരുടെ മുമ്പിൽ നിങ്ങളെ ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, യൂണിവേഴ്സ് മദർ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളെ കയ്യിലെടുത്ത് വെച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും മറ്റുള്ളവർ നിങ്ങളെ തകർക്കുവാൻ ഇടയാകില്ല. നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി യൂണിവേഴ്സ് തന്നെ നിങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ബട്ടർഫ്ലൈയെ കാണാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള സന്തോഷങ്ങളെ അന്വേഷിച്ചാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ പ്രകാശത്തിലേക്കാണ് പറന്നു പോകുന്നത് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ അത് നിങ്ങളുടെ കർമ്മയുടെ സ്പീഡ് അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. ഒന്നിലധികം വ്യക്തികളാണ് ഇത് കാണുന്നത്. അപ്പം ഈ കാണുന്ന ഒരു വ്യക്തിയുടെ കർമ്മ ആയിരിക്കത്തില്ല മറ്റൊരു വ്യക്തിക്കുള്ളത്. അപ്പം ഓരോ വ്യക്തികളിലും വെവ്വേറെ കർമ്മഫലങ്ങളായിരിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന നന്മയുടെ കാര്യങ്ങളിലും വ്യത്യസ്തമായ സമയങ്ങളാണ് എന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നത്? നിങ്ങൾ മനസ്സ് തകർന്നു പോകാതെ മനോധൈര്യത്തോടു കൂടി ഇരിക്കുക. വീണ്ടും ബട്ടർഫ്ലൈ ആണ് വന്നിരിക്കുന്നത്, ഫ്ലവറിങ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ ബലപ്പെടുത്തുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് മനസ്സ് തകർന്നു പോകാതെ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ പ്രതികൂലമായ സാഹചര്യത്തിൻ്റെ മധ്യത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വാളെടുക്കും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. യൂണിവേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഇനി വാളെടുത്ത് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവറിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇൻഡ്യൂഷനിലൂടെ നൽകുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുന്നു എങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ യൂണിവേഴ്സ് ദൂതന്മാരെ അയക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് നോക്കാം, പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പാസ്റ്റിലേക്ക് നോക്കരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വീണ്ടും പാസ്റ്റിലെ കാര്യങ്ങളെ പ്രസൻറ്റിൽ കൊണ്ടുവന്ന് വീണ്ടും പുനർജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഷ്ടങ്ങളെ നിങ്ങൾ വിട്ടുകളയാൻ തയ്യാറാകുന്നില്ല. ഓരോ ദിവസവും പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ പ്രസൻറ്റിൽ പറയുകയാണെങ്കിൽ അത് വീണ്ടും പുനർജനിക്കുകയാണ്. അപ്പം 5 വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തെ നിങ്ങൾ പ്രസൻറ്റിൽ വീണ്ടും കൊണ്ടുവരികയാണെങ്കിൽ വീണ്ടും നിങ്ങൾ ആ 5 വർഷത്തോളം ഈ ഒരു നരകയാതന വീണ്ടും കടക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ കർമ്മയാണ്. അത് എപ്പോഴാണോ ആ ജനിക്കുന്ന സമയം തൊട്ട്, ഇപ്പം നിങ്ങളുടെ ഒരു ചതി സംഭവിച്ചു എന്നിരിക്കട്ടെ, അത് സംഭവിച്ചത് 2 വർഷങ്ങൾക്ക് മുമ്പാണ് ആ ചതി സംഭവിച്ചതെങ്കിൽ ആ ചതി സംഭവിച്ച് ഒരു 2 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് അതിൽ നിന്ന് റിലീസ് ലഭിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ കർമ്മ. ഓക്കെ, അപ്പോൾ ആ ഒരു കർമ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ 2 വർഷത്തോളം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രണ്ടാമത്തെ വർഷത്തിൽ എത്താറാകുമ്പോഴത്തേക്കായിരിക്കും നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്ന് ആ പഴയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങളെ വീണ്ടും അത് അഫർമേഷൻ ചെയ്യിപ്പിക്കുന്നതായി കാണുന്നു. ആ അഫർമേഷൻ ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു 2 വർഷം മുമ്പ് നടന്ന കർമ്മയെ വീണ്ടും ജനിപ്പിക്കുന്നതായി കാണുന്നു. അപ്പോൾ ആ ഒരു കർമ്മയ്ക്ക് വീണ്ടും നിങ്ങൾ 2 വർഷം കാത്തിരിക്കേണ്ടി വരുന്നു. അപ്പോൾ ചില വ്യക്തികൾ ചോദിച്ചിട്ടുണ്ട്, 20 വർഷമായി 30 വർഷമായിട്ട് ഞാനിത് ഇതേ സ്റ്റേജിൽ തന്നെ പോകുന്നു എന്നുള്ളതാണ്. അപ്പം തിരികെ ചോദിക്കുന്നു, ഈ 20 വർഷമായിട്ടും നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങൾ കൊണ്ടുവന്ന് പ്രസൻറ്റിൽ സംസാരിക്കാറുണ്ടോ? അപ്പോൾ അത് സ്വാഭാവികമല്ലേ എന്ന് പലരും പറയും. പക്ഷെ സ്വാഭാവികമായിട്ടുള്ള പല വ്യക്തികളുടെ ജീവിതത്തിലും ഒരു രക്ഷയും വന്നതായി കാണുന്നില്ല. അത് നിങ്ങൾക്ക് ലിസ്റ്റ് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. പാസ്റ്റിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുകയും കരയുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കാണുന്നില്ല. കാരണം അവരനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇന്ന് വീണ്ടും ജനിക്കുമ്പോൾ വീണ്ടും 2 വർഷം കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ സമയങ്ങൾ നീണ്ടു പോകുന്നത്. അതുകൊണ്ട് പാസ്റ്റായിട്ട് തന്നെ വിട്ടുകളയുക. അന്നും നമ്മൾ പാഠങ്ങൾ പഠിച്ചു. ഓക്കെ, 1-ാം ക്ലാസ്സിൽ പഠിച്ച് ഇറങ്ങിയ വ്യക്തി വീണ്ടും 1-ാം ക്ലാസ്സിലെ പാഠങ്ങൾ വീണ്ടും പഠിക്കുമ്പോൾ അപ്പം ആ 1-ാം ക്ലാസ്സിലെ പരീക്ഷയാണ് വീണ്ടും നമുക്ക് എഴുതാൻ കഴിയുന്നതെന്ന് യൂണിവേഴ്സ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാസ്റ്റിനെ വിടുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, അത് നിങ്ങളിപ്പം 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങൾ, നിങ്ങൾ ചതിച്ച വ്യക്തികളെ നിങ്ങൾ വീണ്ടും ഓർക്കുന്നു. ഓക്കെ, ആ ഓർമ്മയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ വീണ്ടും ആ ചതി സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ചതി സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഒരു 2 വർഷം നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അത് പോയി, അന്ന് സംഭവിച്ചത് നന്നായി. ആരെങ്കിലും ചോദിക്കാൻ വന്നാലും അത് കഴിഞ്ഞ കാര്യമല്ലേ, ഇനി അതിനെക്കുറിച്ച് ഞാൻ ഓർക്കുന്നില്ല, അത് എൻ്റെ ലൈഫിൽ വന്നത് നല്ലതിനാണ് എന്ന് മാത്രം വിട്ട് കളയുക എന്നുള്ളതാണ്. അതിൽ നിന്നും പാഠങ്ങൾ, ചില കാര്യങ്ങൾ ഞാനത് പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, ആ വ്യക്തി ഞാൻ അനുഗ്രഹിക്കുന്നു, ആ വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ സക്സസ് ആകില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പാഠം പഠിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് വിടുക. അല്ലാതെ വീണ്ടും റിപ്പീറ്റായിട്ട് പറയുമ്പോൾ നമ്മൾ വീണ്ടും ആ വർഷത്തിൽ വീണ്ടും ജനിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കർമ്മഫലത്തിന് വേണ്ടി കാത്തിരിക്കുക. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ,
പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? നൈറ്റ് ഓഫ് വാണ്ട് വന്നിരിക്കുന്നത് നിങ്ങൾ മൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിജയത്തിലേക്ക് കടന്നു പോകാൻ തടസ്സമായി നിൽക്കുന്നത് നിങ്ങളുടെ സങ്കടങ്ങൾ തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ കണ്ണുനീര് തന്നെയാണ്, നിങ്ങളുടെ വേദനകൾ തന്നെയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ഗ്രോത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്നുള്ളത് കാര്യം ഇവിടെ യൂണിവേഴ്സ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ, മൂണിൻ്റെ എനർജിയാണ് ഇതിനെ കാണിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അപ്പം യൂണിവേഴ്സ് ഇതിലൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. നിങ്ങൾ പാസ്റ്റിനെ വിട്ടുകളയുക. ഓക്കെ, യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് ശത്രുവിൻ്റെ മുമ്പിൽ മേശയെ ഒരുക്കുവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. യൂണിവേഴ്സ് നിങ്ങളെ താങ്ങി നടത്തുവാൻ, നിങ്ങളെ സന്തോഷങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളെ പുതിയ പുതിയ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി യൂണിവേഴ്സ് തയ്യാറായി നിൽക്കുകയാണ്. മദർ യൂണിവേഴ്സ് വന്ന് നിങ്ങളിലേക്ക് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുക, ഇതെല്ലാം ഞാൻ നിനക്ക് കാണിച്ചു തരാം, പക്ഷേ നീ വീണ്ടും പഴയ കാര്യങ്ങളിലേക്ക് പോകരുത്. നീ മനസ്സ് ധൈര്യപ്പെട്ടിരിക്കുക. നീ പഴയ കാര്യങ്ങളെ വീണ്ടും പ്രസൻറ്റിൽ കൊണ്ടുവരരുത്. നിൻ്റെ വിഷമങ്ങളാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. നിൻ്റെ ഗ്രോത്ത് തടസ്സമായി നിൽക്കുന്നത് മൂണിൻ്റെ എനർജിയാണ്. വിഷമങ്ങളാണ് ഇവിടെ തകർച്ചയ്ക്ക് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. മാറ്റം ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ കർമ്മ വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. ഈ കർമ്മ പല വ്യക്തികളിലും പലതായിരിക്കും. ചില വ്യക്തികൾ ഓർക്കുന്നില്ലായിരിക്കാം. ഓക്കെ, ചില വ്യക്തികൾ ധൈര്യക്കുറവായിരിക്കാം. അപ്പം അത് പല വ്യക്തികളിലാണ്. അതുകൊണ്ടാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണാണ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. നിങ്ങളുടെ കർമ്മ അനുസരിച്ചാണ് എന്ന് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഏസ് ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഏസ് ഓഫ് കപ്പ് വന്നിരിക്കുന്നു സ്ട്രെങ്ത് ആണ്. ഓക്കെ, നിങ്ങൾ സ്ട്രെങ്ത്, നിങ്ങൾക്ക് മനസ്സിന് ധൈര്യം, ഇവിടെയും സ്ട്രെങ്തിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ വിശ്വാസം, സ്ട്രെങ്ത് വിശ്വാസം, ആ ഒരു വിത്ത്, നിങ്ങളുടെ മനസ്സിലിട്ടിരിക്കുന്ന വിത്തിനെ നിങ്ങൾ സംരക്ഷിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തിരികെ കിട്ടും എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണിനെ കൂടി ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നത്? യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത്? 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങളിൽ നിന്നും വിട്ടുപോയതെല്ലാം നിങ്ങളിലേക്ക് തിരികെ തരും. ഓക്കെ, നിങ്ങളിൽ നിന്നും വിട്ടുപോയത് എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങളിലേക്ക് തിരികെ തരുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നേരത്തെ കണ്ടില്ലായിരുന്നോ, ഒരു 2 വ്യക്തികൾ നടന്നു പോകുന്നു, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ടിരിക്കുന്ന ആ ഒരു കാർഡിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഉപേക്ഷിച്ച് പോയി ചില കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾക്ക് വിട്ടുമാറി പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. സമയം അനുകൂലമാകുമ്പോൾ ഇതെല്ലാം, സമയം അനുകൂലമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങൾ ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ സമയം അനുകൂലമാകുകയുള്ളൂ. കണക്കെഴുതുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പം ആ ഒരു കണക്കിൽ ആരുടെയാണോ കറക്റ്റായിട്ട് വരുന്നത് അവർക്കായിരിക്കും ഇത് ലഭിക്കുക. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും ഇനി നമ്മുടെ കണക്ക് ശരിയാക്കാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? എൻ്റെ വ്യൂസിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കർമ്മയുടെ കാർഡും വന്നിട്ടുണ്ട്, ഡെത്താണ്. നിങ്ങളുടെ ജോലി അവസാനിച്ച് പോയിട്ടുണ്ടെങ്കിൽ, ചില വ്യക്തികൾക്ക് പൂർണ്ണമായും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാർമ്മികമായിട്ട് ചില സിറ്റുവേഷൻ വളരെ വേദനിപ്പിച്ച് തകർത്ത് നമ്മൾ അവസാനിച്ചു എന്നുള്ള രീതിയിൽ കൂടി നിങ്ങളുടെ ചില ജോലി സ്ഥലങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങളുടെ കർമ്മ അവസാനിച്ചുകൊണ്ട് നിങ്ങൾക്കിവിടെ ഉദയം സംഭവിക്കുകയാണ്. ആ ഒരു ബ്ലാക്ക് കർമ്മയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഉദയം വന്നിരിക്കുന്നു എന്നുള്ള ഒരു എനർജി കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ചില വ്യക്തികൾക്ക് ഇവിടെ ജോലി നഷ്ടപ്പെട്ടതായി കാണുന്നു. എല്ലാവർക്കുമല്ല, ജോലി നഷ്ടപ്പെട്ടു, വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നതായി കാണുന്നു. ചില വ്യക്തികൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടത് നിങ്ങളെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് നിരാശ അനുഭവങ്ങൾ വന്നിരിക്കുന്നു. ഓക്കെ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. 6 ഓഫ് കപ്പ്, നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തികൾ നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഇവിടെ 6 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ കൈ പിടിച്ചിരുന്ന ചില വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ചില വ്യക്തികൾ, ജോലി സ്ഥലങ്ങളിൽ കൂട്ടായിരുന്ന വ്യക്തികൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. നിങ്ങളുടെ ഉള്ള സ്നേഹം വിശ്വാസം എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞ് നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങളെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലും യൂണിവേഴ്സിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം മാത്രമാണ് യൂണിവേഴ്സിനുള്ളത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ആരൊക്കെ വിട്ടുപോയിരുന്നാലും ഞാൻ നിന്നോടൊപ്പമുണ്ട്. നീ ഏത് പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും ഇവിടെ വെള്ളത്തിൽ കിടക്കുകയാണ്. ആ വെള്ളത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ടു വരുവാൻ
വരുവാൻ അല്ലെങ്കിൽ താന്നു പോയിരിക്കുന്ന ഒരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ട് വരുവാൻ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷേ അത് നിങ്ങൾ കാണുന്നില്ല. അത് കാണുന്ന ഒരു സമയം ഈ ഒരു മെസ്സേജിൽ കൂടിയായിരിക്കും നിങ്ങൾ കാണുന്നത്. ആ ഒരു കാണുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ആ ഒരു ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം തീർച്ചയായിട്ടും വരും. ഇവിടെ കാണാം മാറ്റത്തിൻ്റെ ഒരു ഇത് തന്നെയാണ്. ഇവിടെ കാണുന്ന അതേ 2 കപ്പ് തന്നെയാണ് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന അതേ 2 കപ്പ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പകർന്നു നൽകുന്നത്. നിങ്ങളുടെ ചിറകുകൾക്ക് യൂണിവേഴ്സ് ശക്തി നൽകും എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളെ വിട്ടേച്ച് പോയപ്പോൾ നിങ്ങൾ ആകെ തളർന്നിരിക്കുന്നു എങ്കിൽ ഇവിടെ തളർന്ന് ചിറക് കുഴഞ്ഞ് ഇരിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറരുത്. നിങ്ങൾ ധൈര്യപ്പെടുവീൻ. നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് എഴുന്നേൽക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ചിറകുകളെ നിങ്ങൾ ശക്തിപ്പെടുത്തുമെങ്കിൽ നിങ്ങൾക്ക് ഉയരത്തിൽ സാമ്പത്തികമായും ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഉയരത്തിൽ പറക്കുവാൻ കഴിയും എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസിങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു എനർജിയാണ് വരുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ജ്ഞാനം പകർന്നു നൽകിക്കൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ മുന്നോട്ട് നയിക്കും. നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നു, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ബാലൻസ് വരുന്നു. നിങ്ങൾക്ക് കയറാൻ പാടില്ല എന്ന് വിചാരിച്ചിരുന്ന പല സിറ്റുവേഷനുകൾ കൂടിയും യൂണിവേഴ്സ് നിങ്ങൾക്ക് വഴി ഒരുക്കും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾ നിൽക്കാതെ നഷ്ടപ്പെട്ടത് നല്ലതിന് പുതിയ ചില കാര്യങ്ങൾ എന്നിലേക്ക് വരുന്നതിന് വേണ്ടി സ്പേസ് തന്നതാണ് എന്ന് മാത്രം ചിന്തിക്കുക. ചില വ്യക്തികൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ചില ജോലികൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ പഴയതിനെ മാറ്റി പുതിയതിനെ സ്ഥാപിക്കാൻ, കുറച്ചുകൂടി വിശാലമായി സ്ഥാപിക്കുന്നതിന്, കുറച്ച് വിശാലമായ സാലറി നൽകുന്നതിന് വേണ്ടിയാണെന്ന് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുക. ധൈര്യപ്പെടുവിൻ. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ദ ലവേഴ്സിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ചില വ്യക്തികൾ നിങ്ങളെ വിട്ടുപോയപ്പോൾ നിങ്ങൾ മാനസികമായി തകർന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങളോട് ഒരുപാട് സ്നേഹം കാണിച്ച വ്യക്തികളെല്ലാം നിങ്ങളോട് ദേഷ്യം കാണിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് എതിർത്ത് നിൽക്കുന്ന, നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ നേരിടുന്നതായി കാണുന്നു. ഓക്കെ, ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്ന് അത് ലഭിച്ചപ്പോൾ നിങ്ങൾക്ക് സഹിക്കുന്നതിനും അപ്പുറമായിരിക്കുന്നു. ഇവിടെ കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. നിങ്ങളുടെ മാനസിക അവസ്ഥയെ തന്നെ തകർത്ത് കളയുന്ന രീതിയിൽ ഗ്രോത്ത് പോലും നശിച്ചു പോകുന്ന രീതിയിൽ ഉണ്ടായതായി കാണുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ ടെമ്പറൻസിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ടെമ്പറൻസിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ചതിച്ച വ്യക്തികൾ, ഓക്കെ, 6 ഓഫ് സോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ ചതിച്ച് പോയിട്ടുള്ള ചില വ്യക്തികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്നും യൂണിവേഴ്സ് നിങ്ങളെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. ഓക്കെ, ഇവിടെ കാണാം ഈ തേർഡ് പാർട്ടികൾ നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. ആ ചതിച്ച വ്യക്തിയിൽ നിന്നും നിങ്ങളെ പ്രകാശത്തിലേക്ക്, ഇവിടെ നിന്നും ഒരു അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയും 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില വ്യക്തികൾ നിങ്ങളെ പിറകിൽ നിന്ന് കുത്തിയിരുന്നു. ആ വ്യക്തികളാണ് നിങ്ങളുടെ ഗ്രോത്തിനെ തകർത്തിരിക്കുന്നതെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പിറകിൽ നിന്ന് കുത്തിയ ചില വ്യക്തികളുണ്ട് ജോലി സ്ഥലത്ത്. ഓക്കെ, ആ വ്യക്തികൾ എന്തിനാണ് അത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രോത്ത് അവർ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ അധികം ഗ്രോത്തിലേക്ക് കടന്നു പോകരുത് എന്ന് വിചാരിച്ച് അവർ മനഃപൂർവ്വം ഉണ്ടാക്കിയിരിക്കുന്ന ചില പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നത്. അതിലൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇവിടെ 8 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു സഡൻ ഗ്രോത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകി തരും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അടുത്ത വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തിനാണോ വെയിറ്റ് ചെയ്തത്, നിങ്ങൾ നിങ്ങളുടെ സെലിബ്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ശത്രുക്കളുടെ മുമ്പിൽ ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ചില സ്ഥാനങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ പാഷന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, സ്റ്റേബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, അത് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ലവേഴ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. എവിടെ പോയി? നേരത്തെയായിരുന്നു സണ്ണിൻ്റെ കാർഡ് വന്നിരുന്നത്. ഇതുപോലെ ഓക്കെ, ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ച് നിങ്ങളെ ഫ്ലവർ കാണിക്കുന്ന ഒരു കാർഡ്, സണ്ണിൻ്റെ കാർഡ് നേരത്തെ വന്നിരുന്നു. ആ ഒരു കാർഡ് പോലെ അത്രത്തോളം നിങ്ങൾ ചെറുതായാലും വലുതായാലും ആരായിരുന്നാലും യൂണിവേഴ്സ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ നല്ല മനസ്സിന് ഒരിക്കലും നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണോ ആ മനസ്സിൽ തന്നെ പോകുക. നിങ്ങൾ ഒരിക്കലും ദുഷ്ടന്മാർ ചെയ്തതുപോലെയുള്ള പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ കടന്നു പോകാതിരുന്നു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും യൂണിവേഴ്സ് നിങ്ങളെ ഇതുപോലെ ചേർത്ത് നിർത്തും എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നമ്മുടെ ദൈവം ഒപ്പം തന്നെ കാണും. ഒരിക്കലും നമ്മളെ ചതിച്ചിട്ട് മുന്നോട്ട് പോകില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതിന് മാത്രമാണ് എന്ന് ചിന്തിക്കുക. അത് ശക്തമേറിയ എനർജിയിൽ ഞാൻ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിന് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകുമോ? ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സാമ്പത്തികപരമായിട്ട് വളരെ
വളരെ ദുഃഖത്തിലാണ് പോകുന്നത്. കാരണം നിങ്ങൾ കൊടുക്കാനുള്ളതോ വാങ്ങാനുള്ളതോ ആയിട്ടുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാതെയോ കൊടുക്കാതെയോ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. തേർഡ് പാർട്ടീസ് ആണ് കാണുന്നത്. ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. മാനസികമായി കോൺഫ്ലിക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നു. വളരെ സങ്കടത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ പവർ പോലും നിങ്ങൾക്ക് ലഭിക്കാത്ത അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, ആരുണ്ട് സഹായത്തിന് എന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതിലിവിടെ നോക്കിയാൽ മനസ്സിലാകും 3 തരം മൂണിനെയാണ് ഇവിടെ കാണുന്നത്. ആ വാക്സ് നീങ്ങി വരും. ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് മാറിപ്പോകും എന്നുള്ള ഒരു എനർജി കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് 2 ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ദൈവം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം നിങ്ങൾക്ക് കൊണ്ടുതരും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് കൊടുക്കൽ വാങ്ങലുകൾ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, എവിടെയെങ്കിലും പണം കൊടുക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ സമയത്ത് യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കുന്നതാണ്. ഒരിക്കലും നിങ്ങളെ വിട്ടുകളയാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. ഓക്കെ, വിദേശത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും കടന്നു പോകാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ 2 നമ്പറാണ് വന്നിരിക്കുന്നത്. ഇവിടെയും 2 നമ്പറാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ യൂണിവേഴ്സിൻ്റെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഓക്കെ, മൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ മാതാവാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് സൃഷ്ടിയാണ്. അപ്പോൾ സൃഷ്ടിയെ നിങ്ങൾ കൂടുതൽ ഗ്രോത്ത് കൊണ്ടുവരിക. സൃഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സൃഷ്ടിക്കുക, ചില വിത്തുകൾ ഇട്ട് അത് മുളപ്പിക്കുക, അല്ലെങ്കിൽ ചെടികൾ നടുക, അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത് സൃഷ്ടിയാണ്. അപ്പം അമ്മയോട് കൂടുതൽ സ്നേഹവും കരുണയും കാണിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ അമ്മയെ സ്നേഹിക്കുക, അമ്മയ്ക്ക് ആഹാരങ്ങൾ കൊടുക്കുന്നതൊക്കെ ആ ഗ്രോത്തിനെ നല്ല രീതിയിൽ, നമ്മൾ അമ്മയ്ക്ക് ആഹാരം കൊടുക്കുന്നില്ല എന്നല്ല, എങ്കിലും ഒരു പ്രത്യേക ദിവസം മൺഡേയിൽ, ഓക്കെ, തിങ്കളാഴ്ച ദിവസം നിങ്ങൾക്ക് അമ്മയെ കൂടുതലൊന്നോ അമ്മയെ പൂജിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ആക്കി വെക്കാം. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് ഇപ്പോൾ പലരും അത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ഈ റീഡിങ്ങിലോട്ടും മറ്റോ ഒക്കെ കടന്നു പോകുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്മയെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഹാരങ്ങൾ സ്പെഷ്യലായിട്ട് തന്നെ കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. അമ്മ എപ്പോഴാണ് സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത്, നമുക്ക് മറ്റൊരു ദൈവങ്ങളിലും ആ ഒരു അനുഗ്രഹം കിട്ടില്ല. അമ്മയൊന്ന് ചിരിച്ച് കാണുമ്പോൾ അതിലാണ് മാത്രമാണ് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നത്. ചില വ്യക്തികൾ പറയും അമ്മയ്ക്ക് എത്ര കൊടുത്തിരുന്നാലും അമ്മ ചിരിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയും. എങ്കിലും സാരമില്ല, വെയിറ്റ് ചെയ്യുക, ദൈവത്തിൽ നിന്നും അനുഗ്രഹം ലഭിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നോക്കാം, ടവറിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹം വന്നു ചേരുമ്പോൾ എൻ്റെ വ്യൂസിന് 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് കപ്പ്. തീർച്ചയായിട്ടും നിങ്ങൾ തകർന്നു പോയി എന്ന് വിചാരിക്കുന്ന ചില സ്ഥലങ്ങളിൽ നിന്നും യൂണിവേഴ്സ് നിങ്ങളെ മാറ്റിക്കൊണ്ടു പോകുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തിക അനുഗ്രഹം വന്നു ചേരുന്നു. പേജ് ഓഫ് കപ്പാണ്. സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും. ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കും നിങ്ങൾ ഒരു ഭയങ്കരമായി മാനസികമായി തകർന്ന് തരിപ്പണമായി. വാളുകൾ എന്ന് പറയുന്നത് മാനസിക ബലത്തെയാണ് പറയുന്നത്. അത് തകർന്നിരിക്കുകയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടവർ വന്നിരിക്കുന്നു. പല ജപ്തികൾ വന്നിരിക്കുന്ന ചില വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. ജപ്തികൾ നിങ്ങൾ തകർന്ന് തരിപ്പണമായി രണ്ട് വശത്തേക്ക് മാറിപ്പോകുന്നു. ഇനി ഒരു സൂചി കുത്താനുള്ള സ്പേസ് നിങ്ങൾക്ക് ഇല്ലാത്ത അവസ്ഥയിൽ കൂടി ചില വ്യക്തികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ അത്ഭുതകരമായി നിങ്ങളെ വഴി നടത്തും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു പ്രകാശം വന്നിരിക്കുന്നു. സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു, ചില വ്യക്തികൾക്ക് ജോലി നഷ്ടപ്പെട്ടു, സാമ്പത്തികം നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, സർവ്വതും നഷ്ടപ്പെട്ടു. ഇങ്ങനെ ആശ്രയിക്കാൻ ആരുമില്ലാതെ വളരെ ആഴങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പ്രകാശം വന്നിരിക്കുന്നു. നിങ്ങളെ താങ്ങുവാൻ യൂണിവേഴ്സ് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ വീണ്ടും ടവറിൻ്റെ എനർജിയാണ്. ഒരു മാറ്റമാണ് വരുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊരു മാറ്റം. ഓക്കെ, ഇപ്പോൾ വന്നിരിക്കുന്ന ആ പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും, നിങ്ങൾ അത്രയും കരഞ്ഞിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് 1-2 സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുകയെങ്കിൽ ഇവിടെ പ്രകാശം വരുന്നുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻ്റെ മുകളിൽ ഒരു ടവർ, ഇപ്പോൾ വന്നിരിക്കുന്ന ജപ്തിയുടെ മുകളിലാണ് ഒരു ടവർ വരാൻ പോകുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന സാമ്പത്തിക പ്രശ്നത്തിൻ്റെ മുകളിലാണ് ഒരു ടവർ വരാൻ പോകുന്നത്. ഡബിൾ ടവർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മേജറായിട്ടുള്ള പ്രശ്നത്തിൻ്റെ മുകളിൽ യൂണിവേഴ്സ് തന്നെ മേജറായിട്ടുള്ള ഒരു പരിഹാരവും കൊണ്ടുതരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് ഇവിടെ കാണിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്.
അടുത്തത് വന്നിരിക്കുന്നത് 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ചിലപ്പം ചില വ്യക്തികൾ ഭയന്ന് നിങ്ങൾ ഓടുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ അടിയും വഴക്കുകളും അല്ലെങ്കിൽ പൈസ ചോദിക്കാനുള്ള വ്യക്തികൾ വരുന്നത് കാരണം നിങ്ങൾ ഓടി ഒളിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിരിക്കാം. അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ കോൺഫ്ലിക്റ്റിലൂടെ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ചേർത്ത് വെക്കും, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും, നിങ്ങളെ ഒരു കംഫോർട്ടായിട്ടുള്ള ഒരു ഷീൽഡിൽ നിങ്ങളെ സൂക്ഷിക്കും എന്നുള്ളതാണ്. നിങ്ങളെ താങ്ങിക്കൊള്ളും. യൂണിവേഴ്സാണ് ഈ ഇരിക്കുന്നത്. ഓക്കെ, മദർ യൂണിവേഴ്സാണ് ഈ ഇരിക്കുന്നത്. നിങ്ങളെ താങ്ങിക്കൊള്ളും എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു മാറ്റം വരുന്നത് വരെ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കോൺഫ്ലിക്റ്റിൽ പൊട്ടുപോകാതെ നിങ്ങൾ സമാധാനത്തോടു കൂടി യൂണിവേഴ്സിനെ ധ്യാനിക്കുക. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ ഉള്ളിൽ സമാധാനം വരുമ്പോൾ മാത്രമാണ് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ 4 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. 4 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. 3 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. പണം കൊടുക്കാനുള്ളവർ വരും പോകും എന്ന് വിചാരിച്ച് നിങ്ങൾ വളരെ ഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ്. ഇവിടെ 3 സോഡുകളെ കാണാം. തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ഈ തേർഡ് പാർട്ടിയെ ഓർത്ത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള സ്ട്രെങ്ത് നശിച്ച് താഴെ കിടക്കുന്നതായി കാണാം. നിങ്ങൾ രോഗിയായി മാറിയിരിക്കുന്നു, നിങ്ങൾക്ക് പ്രഷർ കയറിയിരിക്കുന്നു, അത് ഡിപ്രഷനായിരിക്കുന്നു, നിങ്ങൾ ടാബ്ലറ്റ് എടുക്കുന്നു. യൂണിവേഴ്സിനോട് നിരന്തരമായി രാവും പകലും പ്രാർത്ഥന, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ക്ഷമിക്കണമേ എന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി. നിങ്ങൾ ഭയപ്പെടുന്നു, പൈസ കൊടുക്കാനുള്ള വ്യക്തികളെ ഭയപ്പെടുന്നതായി കാണുന്നു. ഇവിടെ ഒരു സിംഗിൾ മദറിനെ കൂടി കാണിക്കുന്നുണ്ട്. കാരണം അവർ ഒറ്റയ്ക്കാണ്, ആരുമില്ല എന്ന് വിചാരിച്ച്, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്ന് വിചാരിച്ച് കരയുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 4 ഓഫ് സോഡിൻ്റെ എനർജിയെ ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്കൊരു വിജയം തീർച്ചയായിട്ടും വരും. ഈ ഒരു സിറ്റുവേഷന് അല്പസമയത്തേക്ക് മാത്രമാണുള്ളത്. ഓക്കെ, അതിനൊരു മാറ്റം സംഭവിക്കും. ഗ്രഹണം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിലൊരു മാറ്റം അല്പം നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, നിങ്ങൾക്ക് ഗ്രോത്ത് വരും എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളെ സഹായിക്കാൻ യൂണിവേഴ്സ് തന്നെ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് സ്ട്രെങ്ത് വരും. യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് കാവലായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, അടുത്ത നോക്കാം. മൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ 3 വന്നിരിക്കുന്നത്? വീൽ ഓഫ് ഫോർച്യൂൺ. ദൈവികമായിട്ടുള്ള സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നേരത്തെയും വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലും ഓവറോൾ എനർജി വന്നിരുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പം നമ്മളുടെ കർമ്മ അനുസരിച്ച് വേണ്ടി വിത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കർഷകൻ എങ്ങനെയാണോ ആ വിത്തിനെ ഒരു ഫലമായി മാറുന്നത് വരെ അതിന് എടുക്കുന്ന എഫേർട്ട്, നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഈ മെസ്സേജ്, ഈ വിശ്വാസത്തെ നിങ്ങൾ അതുപോലെ സൂക്ഷിക്കുമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതെല്ലാം വന്നു ചേരുന്നതെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ ചെയ്യുവാനും മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ആരും ടെൻഷൻ അടിക്കരുത്. യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. തകർന്നു പോകരുത്, തളർന്നു പോകരുത്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ കൈകളിൽ താങ്ങിക്കൊള്ളും. ഗോഡ് ബ്ലസ് യു.